പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സമയം ഇപ്പം 5:15 ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. ഫുഡെന്ന് പറയണത് പുട്ടാണ്. പുട്ടും കടലുണ്ടാക്കിയാണ്. ക്യാബേജ് മെഴുക്കുവരട്ടാണ്. ഇപ്പോൾ കഴിക്കാൻ പോകുന്നു. കടലക്കറിയാണ് കേട്ടോ. കടല കൊടുത്ത് കഴിക്കുക. നല്ല ചൂട്. ഗൈസ്, രാവിലെ നല്ല മഴയുണ്ട്. ഡ്രൈവ് സർച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. സിറ്റിയിലെത്തിയിട്ട് സമയം ഇപ്പം കറക്റ്റ് 7 മണിക്ക് ഓണാക്കി കേട്ടോ. 7:36 ഇതുവരെ ഓറൊന്നും അടിച്ചിട്ടില്ല. ശോകം ഓണമെന്ന് അറിഞ്ഞൂടാ കേട്ടാ. അരമണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഓറൊന്നും അടിച്ചിട്ടില്ല. ഷാഡോയിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നെ. രാവിലെ ചിലപ്പോൾ കിട്ടിയെന്നെ. മറ്റേ ഇൻസ്റ്റാമാർട്ടിന് ഓർഡർ കിട്ടിയെന്നെ കേട്ടോ. ലഞ്ച് പൈസ നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. സംസം ദോശ കണ്ടാണ് ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയണത് കണ്ട 8:22 കറക്റ്റ്. നമ്മൾ 7 മണിക്ക് ഓണാക്കിയാണ്. 8:22 ഫസ്റ്റ് ഓവർ അടിച്ചത്. സംസം ദോശ ഉണ്ട്. നമ്മൾ റീച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു രാവിലെ ഓറൊന്നും അടിക്കില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. മാസം അവസാനം ആയതുകൊണ്ടായിരിക്കും കേട്ടോ. അയാൾ ഫുഡ് റെഡി ആയിട്ടില്ല. റെഡി ആയിട്ട് അങ്ങോട്ട് പോകും. ഏകദേശം ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സമയം എടുത്തു കേട്ടോ. ഒരു 15-20 മിനിറ്റ് എടുത്ത്. 3 പീസ് അപ്പം വിത്ത് എഗ് റോസ്റ്റാണ്. 3 പീസ് അപ്പവും പിന്നെ എഗ് റോസ്റ്റും കോംബോയാണ്. പക്ഷപ്പം കൊടുക്കാനുള്ളത് കുമാരപുരമാണ്. ഋതു ഹെറിറ്റേജ് ഹോം എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിലെ ഫസ്റ്റ് ഓവറാണ്. ഈ സമയം ഇപ്പോൾ മണി 9 ഫസ്റ്റ് ഓവർ അടിച്ച് സമയം കൊള്ളാൻ തരായി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് വന്ന പറഞ്ഞ ഓവർ അടിക്കും എന്നാണ് വിചാരിച്ചത്. ഒട്ടും ഓവർ അടിച്ചില്ല. മാസം അവസാനം ആയതുകൊണ്ടായിരിക്കും കേട്ടോ മിക്കവാറും. എന്നാലും ഇത് എന്തേ ഓവറില്ല, നമ്മളങ്ങനെ മുന്നോട്ട് പോകും. ആ പിക്കപ്പ് ചേട്ടൻ ലെഫ്റ്റാണ്. കുഴപ്പമുണ്ട്. വാട്ടർ പ്രൂഫ് അല്ല മൈക്ക്. ഒരു മൈക്കും വാട്ടർ പ്രൂഫ് അല്ല. ചിലപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. സുപ്രീം ബേക്കറിയിൽ അവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ സൊമാറ്റോയിലെ പയ്യന്മാരെ ഇഷ്ടംപോലെ നിൽക്കലാണ്. ആരെയും കാണാനില്ല. ഈ സമയത്ത് പൊന്മുടി പോകണം. ആടിപ്പൊളിയായിരിക്കും. ഇപ്പം കയറ്റി വിടുന്നുണ്ടാന്ന് അറിഞ്ഞു കേട്ടോ. എന്നാൽ ഇത് ശക്തമായിട്ടുള്ള മഴ പറഞ്ഞുകൊണ്ടെങ്കിൽ ഉടനെ പൊന്മുടി അടയ്ക്കും. ഉരുൾപൊട്ട് സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൊന്മുടി അടയ്ക്കും. ഞാൻ ഇതുവരെ മഴയുള്ള സമയത്ത് പോയിട്ടില്ല പൊന്മുടിയിൽ. ഒരു പ്രാവശ്യം പോകണം കേട്ടോ. മീൻവെള്ളം ആണാ. മീൻവെള്ളമൊക്കെ പോകണം റോട്ടിൽ കൂടെ. മീൻകാരനെ മീൻ വെള്ളം അത്രയും കൂടെ റോട്ടിൽ കൂടെ പോണ്. കാലിലൊക്കെ വീണ് കേട്ടോ ചെറുതായിട്ട്.
ചെറുതായിട്ട് കാലിൽ വീണ്. നമുക്കിവിടെ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ പോണ വണ്ടിയില്ലേ, ഫോഴ്സിൻ്റെ വണ്ടി, ഇത് ചവിട്ടിയാൽ കിട്ടൂലെന്നൊക്കെയാണ് പറയണത്. ഉള്ളത് തന്നെ. ആരെങ്കിലും ഇത് ഓട്ടിക്കണേ കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഇതുപോലെ ഏതോ ഒരു വളവിൽ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് വന്ന് പിന്നെ ചവിട്ടിയിട്ട് നിന്നില്ല, സ്ലിപ്പ് നല്ല സ്കിഡ് ചെയ്ത് ചെന്ന് വേറൊരു വണ്ടി ചെന്ന് ഒറ്റയിടി. അത് ഈ വണ്ടിയിലെ കുഴപ്പമാണോ ബ്രേക്കിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഫോഴ്സിൻ്റെ ട്രാവലറിന് ബ്രേക്ക് മഴയത്ത് കിട്ടൂലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ചവിട്ടിയാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വിട്ടിട്ട് നേരെ പോകാം കേട്ടോ. നമുക്കിനി 1 കിലോമീറ്ററേ ഉള്ളൂ, ബ്ലോക്ക് തുടങ്ങി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലില്ലേ, അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മുമ്പ് കൊടുത്തിട്ടുള്ള ഓർഡറാണ് തോന്നുന്നത് കേട്ടോ. നോക്കിയിട്ട് പോവാം. വെറുതെ ശരി, ഓക്കെ. അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 37.09 പൈസയാണ് കിട്ടിയത്. ടയറിൽ, ബാക്ക് ടയറിൽ കാറ്റ് കുറവാണോ പഞ്ചറാണോ എന്ന് അറിഞ്ഞു കേട്ടോ. എന്തോ ചെറിയ വിഷയമുണ്ട്, ഉറപ്പാണ് 100%. ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, മഴ തുടങ്ങി കേട്ടോ. ഇത്ര നേരം ഇല്ലായിരുന്നു, ഇപ്പൊ ദാ ടക്കനെ പെയ്തു. സമ്മതിക്കൂലല്ലേ. സ്വിഗ്ഗിയില് ഓർഡർ ഇല്ലെന്നാണ് തോന്നണത്. രാവിലെ ഒരു പുള്ളിക്കാരൻ ഇതുപോലെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നപ്പോഴേ എൻ്റെ ഒന്ന് ചോദിച്ചു ഓർഡർ ഉണ്ടാകും. അപ്പം നമുക്ക് ഓർഡർ ഇല്ലായിരുന്നു, പുള്ളിക്ക് ഓർഡർ ഇല്ലായിരുന്നു കേട്ടോ. അറിയാമായിരിക്കുമല്ലോ, ഞാൻ ട്രഷറി കേട്ടോ. നമ്മൾ പൈസയൊക്കെ മാറാൻ പറഞ്ഞാൽ ഇവിടെയാണ്. നമ്മളല്ല, സർക്കാർ ഉദ്യോഗസ്ഥർ. ബില്ലൊക്കെ മാറാൻ പറഞ്ഞില്ലേ, അതിവിടെയാണ്. അപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഊരി വെക്കട്ടെ കേട്ടോ. നമുക്ക് അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. സൊമാറ്റോയിലെ ഓർഡർ ഫുഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ. ചെമ്പക നാറിലാണ് ലൊക്കേഷൻ കൊടുത്തേക്കണേ. ഫുഡ് ടെസ്റ്റ് ആദ്യമായിട്ടാണ് അവിടെ ഓർഡർ അടിക്കണേ. ഇതിനു മുമ്പ് ഓർഡർ അടിച്ചിട്ടില്ല. ചെമ്പക നാറ് കേട്ടോ. ഇപ്പോൾ അടിച്ച രണ്ടാമത്തെ ഓർഡറാണ്. രാവിലെ 7 മണിക്ക് ഓണാക്കി 7 to 8, 8 to 9, 9 to 10 ഇത്രയും ജിഗ്സ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 37 രൂപ കണ്ടാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഓറില്ല. വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകമാണ്. എന്താണ് കാര്യം എന്ന് അറിഞ്ഞൂടാ. മാറ്റൊന്ന് പറ്റിച്ച് ചേട്ടാ. രാവിലെ ഭയങ്കര ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചറവറ വരെയായിരുന്നു. ഓർഡറിന് ഒരു രക്ഷയില്ലാത്ത ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശ്വസിച്ച് ജിഗ്സ് ബുക്ക് ചെയ്ത് ഇറങ്ങിയ ഞാൻ ശശിയായി ചേട്ടാ. $71.99. ഓക്കെ, ഐറ്റം കൊടുത്തിട്ടുണ്ട്. മിനി വെജ് ബിരിയാണിയാണ് കേട്ടോ. 71.99 മിനി വെജ് ബിരിയാണി. ഏകദേശം കൊടുക്കാനുള്ളത് വെള്ളയമ്പലത്താണ്. ഇവിടുന്ന് 2.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാൻ കേട്ടോ.
നല്ല റോഡാണ്. 50 കിലോമീറ്റർ പോവാം. ഇവിടെ അല്ല, മേളിൽ. പക്ഷെ 50 കിലോമീറ്റർ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാം. സംഭവം നല്ല റോഡും 50 കിലോമീറ്റർ നമുക്ക് പിന്നെ പോകാനും പറ്റും. അവിടെ 50 കിലോമീറ്റർ സ്പീഡിൽ പോവാം. സ്പീഡ് ലിമിറ്റ് 50ആണ്. പക്ഷേ അവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ വണ്ടിയിലൊന്ന് ഇറക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യൂട്ടേൺ എടുക്കണേലല്ല, പെട്ടെന്ന് നമ്മൾ ഓർക്കപ്പുറത്തെ നമ്മൾ 50 കിലോമീറ്റർ സ്പീഡിന് പറഞ്ഞ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി ഒന്ന് കയറുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് കിട്ടണമെന്നില്ല. അവിടെ വണ്ടി പോകാൻ വേണ്ടിയായിരുന്നു കേട്ടോ അവർ നിർത്തിയത്. അതിന് വേണ്ടിയാണ് അവർ നിർത്തിയത്. അപ്പോൾ അവിടെ തുപ്പുര സ്ഥലമേ ഉള്ളൂ. പോട്ടാ ചേട്ടാ, പോട്ട്. ഇവിടെ സിഗ്നൽ ആക്കിയോണ്ടേ നമുക്ക് പെട്ടെന്ന് കയറി പോക്ക് കിടക്കൂല. ഓക്കെ, പോവാമോ എന്തോ. പോവാന്ന് പറഞ്ഞ് സിഗ്നലുണ്ട്, പക്ഷേ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. നമ്മളെ മിസ്റ്റേക്ക് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്നലില്ല. വഴുതക്കാട് ജംഗ്ഷൻ്റെ അവിടെ, സ്കൂളിൻ്റെ അവിടെ സിഗ്നലില്ല. മേളിലോട്ട് സിഗ്നലുണ്ട്. ഇവിടെ 50 കിലോമീറ്റർ സ്പീഡ് പോകാം കേട്ടോ. ഞാൻ പറഞ്ഞ റോഡ് ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. പക്ഷേ ഇവിടെ കവടിയാർ എന്ന് വന്നാൽ ഈ വെള്ളയമ്പലം കവടിയാർ ഭാഗത്ത് മുടിഞ്ഞ ബ്ലോക്കാണ് കേട്ടോ. സമരവും അതും ഇതും മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വന്നാൽ, കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ചായി. സിഗ്നൽ കത്തും പോവും, കത്തും പോവും. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. RNP ലൈൻ കേട്ടാ. ശരി, ഓക്കെ. കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 37 രൂപ 09 കണ്ടിട്ട് കിട്ടിയത് കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം ഗൈസ്. നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. ഇമ്പീരിയൽ കിച്ചനാണ്, വട്ടിയൂർക്കാവ് ഉള്ളതാൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് 1.3 കിലോമീറ്റർ ഉണ്ട്. സായ റെസ്റ്റോറൻറ്റ് കേട്ടോ. സായ റെസ്റ്റോറൻറ്റ് അമ്പലമുക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോക്ക് നടക്കും. ഉച്ചയായപ്പോൾ ഓർഡറുണ്ട് കഴിച്ചപ്പോൾ റെസ്റ്റോറൻറ്റ് എത്തി ഫുഡ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഐറ്റം എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി. കഴിച്ചപ്പോൾ കൊടുക്കാനുള്ള കുടപ്പനക്കുന്നാണ് കേട്ടോ. ഇവിടുന്ന് 4.5 കിലോമീറ്റർ ഉണ്ട്. കഴിച്ചപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 22 കേട്ടോ. കുടപ്പനക്കുന്നാണ് കൊടുക്കാനുള്ളത്. കഴിച്ചപ്പോൾ ലൊക്കേഷൻ മാറിയെന്നൊരു ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. കഴിച്ചപ്പോൾ ലൊക്കേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് വെച്ചാളാണ്. നേരിൽ വെച്ചിരിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ നേരിൽ
ഞാൻ വിചാരിച്ചു മേളിൽ വീടില്ലെന്നാണ് വിചാരിച്ചത്. ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ. ശരി, ഓക്കെ. ഏകദേശം നമുക്ക് കിട്ടിയത് 31 രൂപ കണ്ടാണ് കേട്ടോ. നമ്മുടെ സൈഡിൽ കൊടുത്തേക്കാം. ഏകദേശം നമുക്ക് രാവിലെ 7 to 12 നമുക്ക് ഓടിയ ടോട്ടൽ കിട്ടിയത് 12 മണി കഴിഞ്ഞ് കേട്ടോ. 118 രൂപ 83 പൈസയാണ്. 3 ട്രിപ്പാണ് കിട്ടിയത്. 4 ജിഗ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാർജ് ചെയ്ത് കേട്ടോ, അതുകൊണ്ടാണ് ചാർജ് കുത്തിയിട്ടത്. പിന്നെ 118 രൂപ 83 പൈസയാണ് ടോട്ടൽ കിട്ടിയത്. വൺ ശോകമാണ്, എന്താണെന്ന് അറിയത്തില്ല. വൺ ശോകമാണ് സംഭവം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.